നമ്മെല്ലാം സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ ഒരു ദിവസമാണ്. നമ്മൾ വിശുദ്ധ കരുണയുടെ ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് ഈ ദിവസങ്ങളിൽ വചനം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് വളരെ സന്തോഷത്തോടെ ഞാൻ ഇവിടെ വന്നപ്പോൾ വലിയൊരു അത്ഭുതമായി. കാരണം ഞാൻ ഇന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽമാരുടെ കോൺഫറൻസ് കോട്ടയത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് വന്ന വഴിത്താരകളിലൊക്കെ ഒരു ഏകദേശം ചേർപ്പങ്ങൾ വരെ നല്ല മഴയായി. അപ്പോൾ എനിക്കൊരു സന്ദേഹം, ഒരു പക്ഷേ ഇവിടെ മഴയുണ്ടാവും, തൊടുപുഴ ആ മഴ കൂടുതലാകാൻ സാധ്യതയുണ്ട്. ഞാൻ രാവിലെ കൊച്ചച്ഛനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ചേറ്റുരച്ഛൻ മഴയെന്ന് കേട്ടാൽ ഉടനെ കൊന്തയെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങും, മഴയൊന്നും ഉണ്ടാവുകയില്ല. അപ്പം ഞാൻ ഇന്ന് മുഴുവൻ പ്രാർത്ഥിച്ചു. വലിയ ഒരു അനുഭവം, ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസമാണ്, വിശുദ്ധമായ ഒരു ദിനമാണ്. നമുക്കറിയാം ഇന്ന് അതിവെള്ളിയാഴ്ചയാണ്, സകല വിശുദ്ധരുടെയും തിരുനാൾ കൊണ്ടാടുന്ന ദിനമാണ്. ഇതെല്ലാം ഒരുമിച്ച് വലിയൊരു അനുഗ്രഹം. പ്രത്യേകിച്ച് നമുക്കറിയാം ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ഒരുങ്ങുന്ന അവസരമായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണ ജീവിതത്തിൽ സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് ഈ ദൈവ കരുണ അതിൻ്റെ ഇരിപ്പിടം ഈറ്റില്ലെന്ന് വിശുദ്ധ കുർബാനയാണ്. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ഒരുങ്ങുകയാണ്. എന്നെ സംബന്ധിച്ച് ഈ സ്ഥലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ കൊച്ചച്ഛന് പ്രാഥമികമായിട്ട് സൂചിപ്പിച്ചതുപോലെ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കുകയല്ല, എനിക്ക് 21 വർഷമായിട്ട് ക്യാൻസറാണ്. ക്യാൻസറുമായിട്ട് പടപെട്ടുന്ന വ്യക്തിയാണ്. ഞാനിവിടെ പല ദിവസങ്ങളിൽ പല നേരങ്ങളിലിരുന്ന് ഈ പുണ്യസ്ഥലത്ത് വന്ന് ഞാൻ ചങ്കുരുകി മനമൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞത്, പ്രത്യേകിച്ച് ഈ ഒരു സ്ഥലം, ഈ വിശുദ്ധ സ്ഥലം, ദൈവ കരുണയുടെ സ്ഥലം തന്ന വലിയ കൃപയാണെന്ന് ഏറ്റുപറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമുക്കൊന്ന് കരങ്ങളിൽ വെച്ച് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ നന്ദി, സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന ഈശോ ഈ സ്ഥലത്തെ ഓർത്ത് അവിടുത്തെ വലിയ കരുണയും കൃപയും ഞങ്ങളിലേക്ക് ഈ വിശുദ്ധ സ്ഥലത്തിലൂടെ ഒഴുകുന്നതിനെ പറ്റി ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. അപ്പോഴേ ഞാൻ ഓർക്കുന്നു, അങ്ങനെ വളരെ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഞാൻ മാതാവിൻ്റെ പറഞ്ഞൊരു കടുത്ത ഭക്തനാണ്. എവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അവിടെ കുർബാനയുണ്ടോ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടാകുന്നത് അത് കുർബാനയുടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ്. നമുക്കറിയാം ലൂർദിൽ ഏറ്റവും കൂടുതൽ അത്ഭുതം ഉണ്ടാകുന്നത് അവിടെ ദിവ്യകാരുണ്യ പ്രതിഷ്ഠ നടക്കുമ്പോഴാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഡിവൈൻ മേഴ്സിയുടെ ഏറ്റവും തനതായിട്ടുള്ള പ്രസക്തി അതാണ്, പ്രത്യേകത അതാണ്, വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയും. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇത് വലിയൊരു അനുഗ്രഹമാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6:44 നമ്മളിങ്ങനെ വായിക്കും, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ പറ്റില്ല. ദൈവം നമ്മെ എല്ലാം കൊണ്ടുവന്നു. ഈ ഒരു ദിനത്തിൽ ഇവിടെ കേൾക്കുന്ന വചനങ്ങൾ, അത് വഴികരികിൽ വീണ് പക്ഷി തിന്നരുത്, മുള്ളുകൾക്കിടയിൽ വീണ് മുള്ളു ഞെരുക്കരുത്, പാറപ്പുറത്ത് വീണ് പാറ ഉണക്ക്, നല്ല നിലത്ത് വീഴാൻ. ഒരു നിമിഷം നമുക്ക് കണ്ണുകളൊന്ന് അടച്ച് 2 കരങ്ങൾ മാറോട് ചേർത്ത് വെച്ച്, ഈശോയെ ഈ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ കേട്ട വചനങ്ങൾ, ഈ 4 ദിവസം അങ്ങ് തന്ന വചനങ്ങൾ, അതെല്ലാം കൃപയുള്ളതായി തീരാൻ, അത് മാംസമാക്കാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ കരുണയുടെ കുത്തൊഴുക്കായി തീരാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവമേ ഇന്നത്തെ ദിവസത്തെ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാനുള്ള വലിയ ശക്തി തരണേ, മാംസമാക്കണേ. നിന്റെ വലിയ കൃപയും ജീവിതത്തിൽ ഏറ്റുവാങ്ങാൻ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയോടൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, വചനം മാംസമാക്കി ഞങ്ങൾക്ക് തന്ന പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സ്വർഗത്തിലിരുന്ന അമ്മ നമ്മളെ ഓർത്ത് സന്തോഷിക്കുക. കാരണം എവിടെ വചനം മുറിക്കപ്പെടുന്നോ അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. സ്വർഗത്തിലിരുന്ന് നമ്മെ ഓർത്ത് സന്തോഷിക്കുന്ന അമ്മയോട് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, ഘടനരത്തിപ്പനമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും. ഈശോയിലെ പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു ദിനം ദൈവം ആഗ്രഹിക്കുക, നമ്മൾ പങ്കുവയ്ക്കേണ്ടത് വിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം. ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് പ്രധാനപ്പെട്ട ഒരു കാരണം വിശുദ്ധ കുർബാനയാണ്. ഇന്നൊന്ന് സൂചിപ്പിച്ചു പ്രാഥമികമായി.
എനിക്ക് 21 വർഷമായിട്ട് ക്യാൻസറായിട്ട്, ഈ ക്യാൻസറുമായിട്ട് ഞാൻ പടപെട്ടുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്കൊരു ശക്തി എന്ന വിശുദ്ധ കുർബാനയാണ്. ഞാൻ അതിനെപ്പറ്റിയൊക്കെ എൻ്റെ ജീവിതാനുഭവങ്ങളോട് ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നത്, എനിക്ക് 2016 എനിക്ക് വലിയൊരു ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷന് എൻ്റെ തലയ്ക്കകത്ത് 5ഓളം ഞരമ്പുകൾ പൊട്ടി. ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു പരിണത ഫലമാണ്. അപ്പോൾ ഞാൻ ചികിത്സിക്കുന്നത് തൃശ്ശൂർ അമല ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു തല തുറന്ന് ഓപ്പറേഷൻ ചെയ്യണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അച്ഛന് ഇനി സംസാരിക്കാൻ പറ്റുമെന്നറിയത്തില്ല. അച്ഛൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോകാൻ സാധ്യതയുണ്ട്, അച്ഛനൊരു സൈഡ് തളരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2016 മെയ് 29 ആയിരുന്നു ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് ഏകദേശം ഡോക്ടർ പറഞ്ഞതുപോലെ സംഭവിച്ചു. എൻ്റെ ഈ കണ്ണിൻ്റെ കാഴ്ച കംപ്ലീറ്റ് പോയി. ഇപ്പം വലത് കണ്ണിന് കാഴ്ചയില്ല. എൻ്റെ ഒരു സൈഡ് തളർന്നായിരുന്നു. മാത്രമല്ല അന്ന് ഞാൻ പലയിടത്തുള്ള ഒരു പള്ളിയിലാണ്. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ഏകദേശം 20 ദിവസത്തോളം ICUയിൽ കിടന്ന് തിരിച്ച് പള്ളി വന്നപ്പോൾ എനിക്ക് നടക്കണമെങ്കിൽ ഒരു വടിയുടെ സഹായം ആവശ്യമാണ്. എൻ്റെ മുഖം കോടിപ്പോയി. മുഖത്തിന് പണ്ടേ ഷേപ്പില്ലായിരുന്നു, ഉള്ള ഷേപ്പ് കൂടെ പോയി. ഷേപ്പൊക്കെ പോയി. അവസാനം എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ സലൈവാക്ക് ഒഴുകി. പള്ളി വന്നു, വിശ്വാസികൾ കണ്ടു. എനിക്ക് അവരോട് ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യും? ഡോക്ടർ പറഞ്ഞത് നീ അച്ഛനെ സംസാരിക്കാൻ പറ്റില്ലെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ അന്ന് ഒരു പ്രാർത്ഥിച്ചു. ഞാൻ കോളേജിലെ അൽഫോൺസ കോളേജിലെ 20 വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഈശോ എൻ്റെ ജോലി പോയാൽ എനിക്ക് കുഴപ്പമില്ല, അത് സെക്കൻഡറി, രണ്ടാമത്തെ കാര്യമാണ്. എനിക്ക് 2 കാര്യം, എനിക്ക് സംസാര ശക്തി വീണ്ടും തരണം. 2 കാര്യങ്ങൾക്ക്, 1 എനിക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കണം, 2 എനിക്ക് വചനം പ്രസംഗിക്കണം. ഉടനെ എൻ്റെ മനസ്സിലോർത്തു, ഒരു മാസമെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് പോയി കുർബാനയ്ക്ക് മുമ്പിൽ പോയി വചനം വായിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടും എന്ന് ഒരു ചെറിയ ചിന്ത, ദർശനം പോലെ എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പാലക്കാരനാണ്. പാലായിലെ മരീന ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ട്, എല്ലാവരും അറിയുന്നവരാണ്. എൻ്റെ വികൃതമായ ഷേപ്പ് എല്ലാവരും കാണും. എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ആരും കാണാതെ, ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കിടങ്ങൂർ എന്നൊരു ആശുപത്രിയുണ്ട്, ആശുപത്രിയിൽ പോയി ഞാൻ അവിടെ 1 മാസത്തോളം. അപ്പം ഞാൻ ചെയ്ത കാര്യം ഇതാണ്, എല്ലാ ദിവസവും തലയെല്ലാം മുട്ടയടിച്ച് വടിയൊക്കെ കുത്തിയാണ് ഞാൻ പോവുക. എന്നിട്ട് ഞാൻ രാവിലെ മുതൽ ഞാൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിക്കും. അവിടെ ഇരുന്ന് വചനം വായിക്കും, അവിടെ ഇരുന്ന് ജപമാല ചൊല്ലും. അപ്പം ഞാൻ ഓർക്കുന്നു, ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്കറിയാമായിരുന്നു എൻ്റെ ദിവ്യകാരുണ്യേശു എന്നെ സൗഖ്യപ്പെടുത്തും, എൻ്റെ അമ്മ എന്നെ സൗഖ്യപ്പെടുത്തുമെന്നുള്ള വലിയ ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ ഓർക്കാണ്. 21ാമത്തെ ദിവസമാണ്. ഇന്ന് ഞാൻ പള്ളിയിൽ അവിടെ മുഴുവൻ നേരം 24 മണിക്കൂറും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ കുർബാനയ്ക്ക് മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു, ആരോ എൻ്റെ തലക്കിട്ട് തട്ടുന്നത് പോലെ എനിക്ക് തോന്നി. അവിടെ ഒരു നേഴ്സുണ്ട്, നേഴ്സിൻ്റെ പേര് ഫിലോ എന്നാണ്. ഫിലോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് പറയായിരുന്നു, അച്ഛൻ സൗഖ്യപ്പെടും, അച്ഛൻ സുഖപ്പെടും എന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തി എൻ്റെ തലയ്ക്കിട്ടൊരു തട്ട്. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ തട്ടെല്ലാം അവസ്ഥ മേടിച്ചൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ തലയിൽ ആരോ തട്ടുന്നത് പോലെ തോന്നി, പിലോ ചേച്ചി ആയിരിക്കും എന്ന് വിചാരിച്ച് നോക്കി. പിലോ ചേച്ചിയെ കണ്ടില്ല. പെട്ടെന്നാണ് എനിക്ക് പെട്ടെന്ന് ഒരു കിഡിനെസ് പോലെ, ചില മയക്കം പോലെ ഞാൻ പൊടികുത്തി എൻ്റെ മുറിയിൽ ചെന്നു. അവിടെ പോയി ഒരു 10 മിനിറ്റ് കിടന്ന് കുറെ കഴിഞ്ഞപ്പം ആരോ മുട്ടി വാതിലിൽ. മുട്ടിയപ്പോൾ ഞാൻ എണീറ്റ് ഞാൻ മുഖം കഴുകാൻ പോയപ്പോൾ ഞാൻ മുഖം കഴിയുമ്പം കണ്ടു എൻ്റെ മുഖം പഴയതുപോലെ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ മുഖം പഴയതുപോലെയായി. ഞാൻ ഓർക്കുന്നു അവിടെ വെച്ച്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണം, കുർബാനയ്ക്ക് മുമ്പിൽ കുർബാനയുടെ വലിയൊരു ശക്തിയാണ്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഈ ദിവസങ്ങളിൽ 50 ദിവസം ഞാൻ ധ്യാനിപ്പിച്ചു. കോളേജിലെ പ്രിൻസിപ്പൽ ഉത്തരവാദിത്തം വലുതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം വചനം പറയണം. അപ്പം ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, സാധാരണ എനിക്കിതിനു മുമ്പ് ഈ സൗഖ്യ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് പലപ്പോഴും ഒരു 50 ദിവസമൊക്കെ ധ്യാനിപ്പിക്കാൻ പോയെങ്കിൽ ഒരു 10-40 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും സൗണ്ടിന് പ്രശ്നമുണ്ട്. പക്ഷേ ഞാൻ ഓർക്കാണ്, ഇപ്പോൾ ഈ 50 ദിവസം ഒക്കെ ധ്യാനിപ്പിക്കാൻ പോയിട്ട് എനിക്കൊരു യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം, ദൈവത്തിൻ്റെ സന്നിധിയിൽ. അതുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവത്തിൽ ഞാൻ എന്താണോ അത് വിശുദ്ധ കുർബാനയാണ്.
എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കഴിഞ്ഞത് കുർബാനയുടെ വലിയ കാരുണ്യം എനിക്ക് ലഭിച്ചതുകൊണ്ടാണ്. ദൈവത്തിന്റെ വലിയ കാരുണ്യം വിശുദ്ധ കുർബാനയിലൂടെ. അതുകൊണ്ട് നമ്മുടെ നെഞ്ചോട് ചേർത്ത് കുർബാന വെക്കണം, കുർബാനയെ സ്നേഹിക്കണം. സർവകൃപകളും അഭിക്ഷേകങ്ങളെല്ലാം നമുക്ക് ലഭിക്കുക കുർബാനയിലൂടെയാണ്. ഞാൻ പറയും, ദൈവകാരുണ്യത്തിന്റെ ഇരിപ്പിടം വിശുദ്ധ കുർബാനയിലൂടെയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ദൈവകാരുണ്യ തിരുനാളിൽ നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് കൂടുതൽ ഈ കുർബാനയോട് ചേർന്നിരിക്കാൻ, കുർബാനയിലൂടെ കൂടുതൽ കൃപകൾ സ്വീകരിക്കാൻ, ഞാനിതിന് ഉപോത്ബലമായിട്ട് സ്വീകരിക്കാനായിട്ട് ആഗ്രഹിക്കുക വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയുടെ ചിന്തയാണ്. നമുക്കറിയാം, വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ അറിയപ്പെടുക കുർബാനയുടെ പാപ്പ എന്നാണ്. അദ്ദേഹം ഏകദേശം 27 വർഷം പരിശുദ്ധ പിതാവായി ലോകത്തിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞ വ്യക്തിയാണ്. പരിശുദ്ധ പിതാവ് മരിക്കാൻ നേരത്ത് 3 വാക്കു പറഞ്ഞുവെന്നാണ് ചരിത്രം സാക്ഷിക്കുക. പരിശുദ്ധ പിതാവ് മരിക്കാൻ നേരത്ത് പറഞ്ഞു, ഒന്നാമത്തെ വാക്ക് അത് വിശുദ്ധ കുർബാനയെന്ന്, രണ്ടാമത്തെ വാക്ക് അത് വിശുദ്ധ കുർബാനയെന്ന്, മൂന്നാമത്തെ വാക്കും വിശുദ്ധ കുർബാനയെന്ന്. അപ്പൊ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ തിരുസന്നിധിയിലേക്ക് പോയ പാപ്പയാണ് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ. പാപ്പയുടെ അവസാനത്തെ ചാക്രിക ലേഖനം ഒരുപക്ഷെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ഒരു യാത്രാമൊഴിയായിട്ട് നമ്മളെയൊക്കെ ചേർത്ത് വെച്ച് തന്ന ആ യാത്രാമൊഴി, അത് അവസാനത്തെ ചാക്കിലെ, അതിന്റെ പേര് മാനെ നോബിസ്കും ഡോമിനെ എന്നാണ്. മാനെ നോബിസ്കും ഡോമിനെ എന്ന് വെച്ചാൽ അത് കുർബാനയെ കുറിച്ചാണ്. ഇതിന്റെ അർത്ഥം കർത്താവെ ഞങ്ങളുടെ കൂടെ വസിക്കണം എന്ന് പറഞ്ഞാല് 27 വർഷം ലോകത്തിന്റെ പാപ്പയായിട്ട് ലോകത്തിന്റെ സ്പന്ദനങ്ങൾ ജീവിതത്തിൽ ചേർത്ത് വെച്ച പാപ്പ പറഞ്ഞു, എനിക്ക് ഒറ്റ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ കൃപയുണ്ടാകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ കുർബാനയുണ്ടാകണം. ഈ ചാക്രിക ലേഖനത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട 3 തത്വങ്ങൾ പരിശുദ്ധ പിതാവ് അവതരിപ്പിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തോടൊന്ന് ചേർത്ത് വെച്ച് പ്രത്യേകിച്ച് കുർബാനയെ കൂടുതൽ ആഴത്തിൽ അറിയാൻ, കുർബാനയുടെ വലിയ അനുഭവം ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാൻ. ഒന്നാമതായിട്ട് ഈ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് കുർബാനയ്ക്ക് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. കുർബാന അഗ്നിയാണ്. യൂക്കറിസ്റ്റ് ഈസ് ഫയർ, കുർബാന തീയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തെ ചൂട് പിടിപ്പിക്കുന്നതാണ് കുർബാന. ഒരുപക്ഷെ നമ്മൾ തണുത്തുറഞ്ഞ തലങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് വലിയ കൃപ തരുന്നത് വിശുദ്ധ കുർബാനയാണ്. ഞാൻ ഓർക്കാറുണ്ട്, പ്രത്യേകിച്ച് ഞാൻ പാലാരൂപതയിൽപ്പെട്ട ഒരു അച്ഛനാണ്. പാലായില് നിങ്ങൾക്കറിയാം, ചെറ്റൂരച്ഛനൊക്കെ എൻ്റെ ബാച്ചാണ്. ഇവരൊക്കെ എപ്പോഴും ഞങ്ങളെ കളിയാക്കും, പാലായിൽ ഒരു വികാരിയച്ഛനാകണമെങ്കിൽ ഒരു 10-60 വയസ്സെങ്കിലും ആകണം. കാരണം പാലായിൽ ഒത്തിരിയേറെ അച്ഛന്മാരൊക്കെ ഉണ്ട്. ഞാൻ 10ാമത്തെ വർഷമാണ് വികാരിയച്ഛനായത്. പാലാരൂപതയിൽപ്പെട്ട വൈക്കം ഭാഗത്തുള്ള പെരുവായ് അടുത്തുള്ള ശാന്തിപുരം എന്ന പള്ളിയിലാണ് ഞാൻ ആദ്യമായിട്ട് വികാരിയച്ഛനായത്. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ 10 വർഷം കൊച്ചച്ഛനായിരുന്നപ്പോഴും ചെമ്മാച്ചനായിരുന്നപ്പോഴും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ കാര്യം പ്രത്യേകിച്ച് ക്രിസ്മസിന് ഇവിടെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഞങ്ങൾ പാലാരൂപതയിൽ അനുഷ്ഠിക്കുന്ന ഒരു ചടങ്ങുണ്ട്. രാത്രിയിൽ ക്രിസ്മസിന്റെ രാവിലെ ഉണ്ണീശോയെ തീ കായ്ക്കുന്നൊരു ചടങ്ങ്. അതിവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങളുടെ പാലായിലെ വളരെ പ്രചാരത്തോടെ ഈ തീ കായ്ക്കുന്ന ചടങ്ങുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, ആ തീ കായ്ക്കുന്ന ചടങ്ങ് എങ്ങനെയാണ്? വൈകുന്നേരം നമുക്ക് ക്രിസ്മസിന്റെ അന്ന് ഉണ്ണീശോയായിട്ട് വികാരിയച്ഛൻ 3 പ്രാവശ്യം ഈ തീക്ക്, ഈ ആഴിക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങും. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതിന്റെ എല്ലാം ആവശ്യമുണ്ടോ? വട്ടം കറങ്ങിയാലേ ഉണ്ണീശോയ്ക്ക് ചൂട് കിട്ടുള്ളൂ. ഇവിടെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, നിന്നാലും ഉണ്ണീശോയ്ക്ക് ചൂട് കിട്ടുകയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില ആചാരങ്ങൾ അവസാനിപ്പിക്കണം. ബാക്കി അച്ഛന്മാർക്കെല്ലാം ഒരു മാതൃകയായിട്ട് നിന്നാലും ഉണ്ണീശോയ്ക്ക് ചൂട് കിട്ടുമെന്ന് പറയാൻ. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ ഉണ്ണീശോയെ പിടിച്ച് വട്ടം കറങ്ങില്ല. അപ്പൊ നിൽക്കും, അങ്ങനെ ഉണ്ണീശോയ്ക്ക് തീ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കപ്പ്യാരോട് പറഞ്ഞു, ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ വികാരിച്ചന്മാരൊക്കെ ആവുമ്പോൾ കപ്പ്യാരന്മാരും എൻ്റെ ക്ലാസ് പറയും, ഇങ്ങനെ ചെയ്യച്ച, അങ്ങനെ ചെയ്യച്ച, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞാൻ കപ്പ്യാരച്ചനോട് പറഞ്ഞു, കപ്പ്യാരച്ച, ഞാൻ ഉണ്ണീശോയെ പിടിച്ച് നിൽക്കുള്ളൂ. അപ്പോൾ എൻ്റെ ചെവി വന്ന് കറങ്ങച്ച എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കച്ചനായിട്ട് നിൽക്കുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കപ്പ്യാരോട് നേരത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ നോക്കിയപ്പോൾ നമ്മുടെ കപ്പ്യാരച്ചൻ നോക്കിയപ്പം ഈ കൊല്ലത്തെ വികാരിച്ചൻ മുഴുത്ത ഒരു വികാരിയാണ്. പുള്ളിക്ക് കുറെ തീ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഓർക്കുന്നു, ഒരിക്കലും കൂട്ടാത്ത ആഴി പോലെ വലിയ ഒരു ആഴി കൂട്ടി. അപ്പോൾ ഭയങ്കര തീയാണ്.
ഇപ്പം സാധാരണ അച്ഛന്മാർ ഉണ്ണീശോയെ പിടിച്ച് 3 പ്രാവശ്യം വട്ടം കറങ്ങും. ഈ കനത്ത ഭയങ്കര ചൂട് കാരണം ഞാനൊരു 10 പ്രാവശ്യം ഓടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ നിൽക്കച്ചൻ കറങ്ങച്ചനാകാതെ ഓടച്ചനായി മാറി എന്നുള്ളതാണ്. അപ്പം ഞാർക്കുമാണ് തീയുടെ പ്രത്യേകത നമ്മൾ ചൂടാക്കും. ഞാൻ ഓർക്കുന്നു, എൻ്റെ കയ്യിൽ ഒരു പക്ഷേ നിങ്ങൾ കാണത്തില്ല, കയ്യിൽ ഒരു പൊള്ളിയ പാടുണ്ട്. ഞാനൊരു 12 വർഷങ്ങൾക്കപ്പുറം സെൻറ് തോമസ് കോളേജിലെ ഹോസ്റ്റലിലെ വാർഡനായിരുന്ന സമയത്ത് അന്ന് രാവിലെ ജോലിക്കുന്ന വരുന്ന വ്യക്തി വന്നില്ല. അപ്പം ഞാനാണന്ന് കറിയൊക്കെ പാചകം ചെയ്തത്. നമുക്ക് വലിയ പരിചയമൊന്നും ഇല്ലല്ലോ. ഉടനെ തിളച്ച ഒരു ഗ്ലാസ് എണ്ണ എൻ്റെ കയ്യെ വീണു. അതിൻ്റെ പാട് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, വീണ ആ സമയം 100 മീറ്റർ ഞാൻ ഓടി. അന്നത്തെ ഓട്ടയിൽ നിന്ന് ഓടിയെന്ന് എനിക്ക് ഒരു ഒളിമ്പിക് മെഡൽ കിട്ടിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചൂട്. ഞാൻ സൂചിപ്പിച്ചു വരുന്ന ഒരു കാര്യം ഇതാണ്, കുർബാന നമ്മളെ ചൂടാക്കും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മൾ തണുത്തുറഞ്ഞു പോകുന്ന ഒരു ശൈലിയുണ്ട്, അത് കുർബാനയാണ്. ഞാനൊരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കുറേ നാൾ മുമ്പ് കാഞ്ഞിരപ്പള്ളി രൂപതയിൽ അവിടുത്തെ കത്തീഡ്രൽ ധ്യാനിപ്പിക്കാനായിട്ട് പോയി. അപ്പോൾ കത്തീഡ്രൽ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ കുമ്പസാരമുണ്ട്. കുമ്പസാരത്തിൻ്റെ ദിവസം അവിടെ തൊട്ടടുത്ത പള്ളിയിലെ ഒരു കൊച്ചച്ഛൻ എൻ്റെ അടുത്തു എന്ന് പറഞ്ഞു, അച്ചു, അപ്പോൾ എനിക്ക് ഒരു കുഞ്ഞിടവകയുണ്ട്. ഇടവകയിൽ 90 വീട്ടുകാരുള്ളൂ. ഈ കൊച്ചു ഇടവകയിലൊന്നും ധ്യാനിപ്പിക്കാൻ അച്ഛന്മാരെ കിട്ടുകയില്ല. അച്ഛനൊരു കാര്യം ചെയ്യണം, എൻ്റെ പള്ളി വന്നൊന്ന് ധ്യാനിപ്പിക്കാവും. ഞാൻ പറഞ്ഞ, അച്ഛാ 10ഉം 20ഉം ഒന്നും വ്യത്യാസമൊന്നുമില്ല, ഒരു കാര്യം ഞാൻ ചെയ്യാം, ഞാനൊരു 3 മാസം കഴിഞ്ഞ് വരാം. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഞാൻ ഈ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയി. കൊച്ചു പള്ളിയാണ്, ഏറ്റവും കൂടി വന്നാൽ 10-80 പേരോ പള്ളിയിലുള്ളൂ. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഈ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിൽ ഈ കൊച്ചച്ഛൻ വല്ലാതെ മൂഡൗട്ടാണ്. പുള്ളി ഒന്നും സംസാരിക്കുന്നില്ല. ഒരുപക്ഷെ ഞാൻ വിചാരിച്ചു എൻ്റെ വരവും എൻ്റെ പ്രസംഗവും ഒന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കാണുകയില്ല. പിന്നെ പുള്ളി എന്നെ കണ്ട് ഞെട്ടിയോന്ന് അറിയത്തില്ല. എൻ്റെ കാരണം ഈ അച്ഛനെങ്ങനെ ഭക്ഷണം കൊടുക്കും എന്നൊക്കെ വിചാരിച്ച് പുള്ളിക്ക്, എനിക്കറിയത്തില്ല, പുള്ളി ഒരു മൂഡൗട്ടായി. ധ്യാനം ഒരു ശനിയാഴ്ച അവസാനിച്ചു, വൈകുന്നേരമായി 9 മണിയായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ്. അന്നോടെ ഈ കൊച്ചച്ഛൻ പറഞ്ഞു, ഞാനും അച്ഛൻ്റെ കൂടെ പോരുവാണ്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ അച്ഛൻ അന്ന് ശനിയാഴ്ച, പിറ്റേ ദിവസം ഞായറാഴ്ച കുർബാനയൊക്കെ ഇല്ലേ, അപ്പം അച്ഛൻ എൻ്റെ കൂടെ വന്നാൽ നാളെ ആര് കുർബാന ചെല്ലും? അച്ഛനോട് പറഞ്ഞു, ഞാൻ പൗരോഹിത്യം അവസാനിപ്പിക്കുകയാണ്. നോക്കണേ, എൻ്റെ 3 ദിവസത്തെ ധ്യാനം കേട്ടപ്പം ആ കൊച്ചനെടുത്ത തീരുമാനമാണ് പൗരോഹിത്യം അവസാനിപ്പിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് വലിയൊരു ഞെട്ടലായി. ഞാൻ ചോദിച്ചു, അച്ഛാ എന്നെ അങ്ങനെയൊക്കെ പറഞ്ഞത്? പുള്ളി പറഞ്ഞു, 3 മാസം മുമ്പ് അവിചാരിതമായി കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ വെച്ച് നമ്മൾ കണ്ടതാണ്. അന്ന് ഞാൻ എന്തോ ഒരു ധ്യാനം ബുക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഈ പൗരോഹിത്യം അവസാനിപ്പിക്കണം. അപ്പം അങ്ങനെയാണ് അച്ഛനെ കണ്ടു. പിന്നെ ഏതായാലും ധ്യാനം കൂടെ കഴിഞ്ഞിട്ട് പൗരോഹിത്യം അവസാനിപ്പിക്കാം. അങ്ങനെയാണ് ഈ ദിവസങ്ങളിൽ. ഞാൻ ചോദിച്ചു, അച്ഛൻ എന്നാ പ്രശ്നം? അച്ഛൻ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു. അച്ഛന് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അച്ഛന് വാഹനം ഉപയോഗിക്കത്തില്ല, മാത്രമല്ല വീട്ടിൽ പ്രശ്നമുണ്ട്, അച്ഛന് വ്യക്തിപരമായ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ പിതാവുമായിട്ട് ചില പ്രശ്നങ്ങൾ, മൊത്തം പ്രശ്നമാണ്. പുള്ളി അതിനുള്ള ഒരു പോംവഴി കണ്ടത്, അതുകൊണ്ട് പൗരോഹിത്യം അവസാനിപ്പിച്ചേക്കാം. ഉടനെ പുള്ളി പറഞ്ഞു, ഏതായാലും അച്ഛൻ്റെ ധ്യാനം കൂടി കഴിഞ്ഞിട്ട് അവസാനിപ്പിച്ചേക്കാം. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ നമുക്കൊന്ന് ഇരിക്കാം, സംസാരിക്കാം. പുള്ളി പറഞ്ഞു, കേൾക്കേണ്ട കാര്യമില്ല, 3 ദിവസമായിട്ട് അച്ഛൻ്റെ കേട്ടതാണ്, ഇനി ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛനറിയാവല്ലോ, ഞാൻ കോളേജിൽ നിന്ന് വൈകുന്നേരം ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി ഓടിച്ചൊക്കെ വരുന്ന, സാധാരണ എനിക്ക് കോളേജ് ജോലിയിലുണ്ട്, ഞാൻ TA ഒന്നും മേടിക്കാറില്ല, കാരണം കോളേജിൽ ആവശ്യത്തിന് ശമ്പളമൊക്കെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മേടിക്കാറില്ല. ഞാൻ പറഞ്ഞു, അച്ഛോ ഞാൻ ഫ്രീ ആയിട്ട് വന്നാണ് 3 ദിവസം ധ്യാനിപ്പിച്ച് ഇവിടെ ആയതുകൊണ്ട് അച്ഛൻ ഞാൻ പറയുന്ന ഒരു കാര്യം അത് മാത്രം അച്ഛൻ അനുസരിക്കണം. ഇപ്പോൾ രാത്രി ഒരു 9:30 ആയി. അവിടെ അടുത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വിശുദ്ധനായ ഒരു അച്ഛനുണ്ട്, വാഴപ്പനാടി അച്ഛൻ, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിരിക്കും. അച്ഛൻ അവിടെ ചെങ്ങള എന്ന സ്ഥലത്തുണ്ട്. ഞാൻ പറഞ്ഞു, നമുക്ക് അച്ഛൻ്റെ അടുത്തുനിന്ന് പോകാം, അത് മാത്രം മതി, എന്നെ കേൾക്കേണ്ട കാര്യമില്ല, ഞാൻ പറയുന്നത് കേൾക്കേണ്ട കാര്യമില്ല. ഒറ്റ കാര്യം, ഈ ഒരു കാര്യം, ഞാൻ അച്ഛന് വേണ്ടി 3 ദിവസം ത്യാഗത്തോടെ ഇവിടെ എത്തിയതാണ്, നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോകാം. ഈ വിശുദ്ധനായി അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ രാത്രി 10 മണിക്ക് എത്തി. ഇത് കഴിഞ്ഞപ്പോൾ അച്ഛൻ കിടന്നിരുന്നു. അച്ഛൻ ആ പള്ളി സഹായിക്കുന്നുണ്ട്. അച്ഛനാണ് രാവിലെ 5:30 കുർബാന. ഞാൻ അച്ഛനെ മുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ എണീറ്റു. അച്ഛനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അച്ഛൻ്റെ രൂപതയിലെ ഒരു കൊച്ചച്ഛന് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ഉടൻ തന്നെ അച്ഛൻ പറഞ്ഞു, ഇത് വെരി സിമ്പിൾ, വളരെ ലളിതമായ കാര്യമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പള്ളിയിലേക്ക് പോയേക്കാം. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇതുപോലെ ബുദ്ധിമുട്ടി
പൗരോഹിത്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അച്ഛൻ്റെ അടുത്ത് പള്ളി കൊണ്ടുപോകണം, 2 വാക്കൊന്ന് സംസാരിക്കാൻ, ഒരു സ്വാന്തനം, അച്ഛൻ്റെ പ്രശ്നം എന്താണ് എന്ന് വേണമെങ്കിൽ. അച്ഛൻ ഞാൻ കണ്ട് ഈ പ്രായമുള്ള അച്ഛൻ ഉടനെ പള്ളിയുടെ താക്കോലെടുത്ത് പള്ളിയിൽ എത്തിയിട്ട് ഞാൻ കണ്ട കാഴ്ചയാണ്. അച്ഛന് സക്രാരി തുറന്ന് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ബേമ്മയിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ഓർത്തു ഇതെന്താണ് അച്ഛൻ ചെയ്യുക. പിന്നെ ഞാൻ കണ്ടത് ഈ കൊച്ചച്ഛനെ ഈ വല്യച്ഛൻ ഈ അച്ഛൻ ഇങ്ങനെ ചേർത്ത് വെച്ചു, അച്ഛൻ്റെ തോളിൽ കൈയിട്ടു. അവരൊന്നും മിണ്ടിയില്ല. ഈ വല്യച്ഛൻ ഈ കൊച്ചച്ഛനോടൊന്നും മിണ്ടിയില്ല. തോളിൽ കൈയിട്ടിട്ട് ഞാനിത് കണ്ട് പുറകെ നിൽക്കുക. പെട്ടെന്ന് ഞാൻ കണ്ടു, കുറെ കഴിഞ്ഞപ്പോൾ ഈ കൊച്ചച്ഛൻ അങ്ങ് കരയാൻ തുടങ്ങി. കൊച്ചച്ഛൻ വാ വിട്ട് നിലവിളിച്ച് കരയാണ്. നോക്കിയപ്പം കണ്ടു ഈ വല്യച്ഛന് കരയാണ്. 2 പേരും ഭയങ്കര കരച്ചിൽ. എനിക്ക് സങ്കടം വന്നു, ഞാനും കരയാൻ തുടങ്ങി. കാരണം ഞങ്ങൾ 3 പേര് രാത്രി 11 മണിയായപ്പോൾ 3 പേർ കരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുക. പള്ളി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ എനിക്ക് തോന്നി, എനിക്ക് രാവിലെ 5:30 കുർബാനയുണ്ട്, ഞാനിവിടെ കരഞ്ഞുകൊണ്ട് നിന്നാൽ പറ്റുമല്ലോ. ഞാൻ ഉടനെ തുമ്മി, ഞാൻ ചുമച്ചു. അതിൻ്റെ അർത്ഥം എനിക്ക് പോകാൻ സമയമായി. ഉടൻ തന്നെ ഈ വല്യച്ഛൻ കൈ കാണിച്ചു, പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പോയി. പക്ഷെ പള്ളി വന്നപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല. ക്ലൈമാക്സ് എന്തായി എന്നറിയണ്ടേ? അച്ഛൻ വീട്ടിൽ പോയോ അതോ പള്ളി പോയോ അറിയണ്ടേ? പിന്നെ ഞാൻ അച്ഛനെ വിളിക്കാനായിട്ട് തുടങ്ങി. കൊച്ചച്ഛൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നതുകൊണ്ട് ഈ പ്രായമുള്ള വല്യച്ഛൻ്റെ ഫോൺ ഞാൻ വിളിക്കാൻ തുടങ്ങി. അച്ഛൻ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. 5 മണിയായപ്പം അച്ഛൻ തിരിച്ചു വിളിച്ചു ചോദിച്ചു, തനിക്ക് ഉറക്കമൊന്നുമില്ല എന്ന് ചോദിച്ചു. എന്നോടാണ്, തനിക്ക് ഉറക്കമൊന്നുമില്ലേ? ഞാൻ ചോദിച്ചു, അച്ഛ അതെന്നെ കാരണം? തൻ്റെ 42 മിസ് കോൾ എനിക്കുണ്ട്. 42. എൻ്റെ ആകാംക്ഷ ഓർക്കണം, ഞാൻ 42 പ്രാവശ്യം വല്യച്ഛനെ വിളിച്ചു, എന്ത് സംഭവിച്ചെന്നറിയാൻ. അച്ഛൻ പറഞ്ഞു, ഇങ്ങേരെ പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം അച്ഛൻ പള്ളിയിൽ പോയി എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ ഓർക്കുന്നു, എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷഭരിതനാക്കിയ ഒരു കാര്യമുണ്ട്. അതിനുശേഷം ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ അവിടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ഒരു നൈറ്റ് വിജിലിന് പോയപ്പോൾ ആ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ അച്ഛൻ ഈ കൊച്ചച്ഛനാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ച് ഇന്ന് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഏറ്റവും അറിയപ്പെടുന്ന ധ്യാനഗുരുവാണ് ഈ പ്രിയപ്പെട്ട അച്ഛൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്ന കാര്യം ഇതാണ്, കുർബാന അഗ്നിയാണ്. നമ്മുടെ ജീവിതത്തെ ഒരുപക്ഷെ ഒരു അച്ഛനാകട്ടെ, ഒരു സിസ്റ്റർ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ആത്മായനാകട്ടെ, നമ്മുടെ ജീവിതത്തെ ചൂടുപിടിപ്പിക്കാൻ. ഞാൻ ഓർക്കാണ്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇതിനു മുമ്പ് പാലാടുത്ത് ചിറ്റാർ എന്നൊരു പള്ളിയിലാണ്. കോവിഡ് കാലഘട്ടത്തിലാണ്. അവിടെ നിന്നുള്ളവരൊക്കെ ഇവിടെ ഇരിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സത്യമായിട്ടും സാക്ഷ്യമായിട്ട് അപ്പം അന്ന് ഞാൻ മാതാവിൻ്റെ കടുത്ത ഒരു ഭക്തനാണെന്ന് സൂചിപ്പിച്ചു. അപ്പം നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ്, നിയന്ത്രണമുണ്ട്. നമുക്ക് 2 അല്ലെങ്കിൽ 3 കുർബാന, ഇത്ര ആൾക്കാർ. അപ്പം ഇടവേൽ 12 വാർഡുകാരുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം കുർബാന കാണണം. അപ്പം ഞാൻ എൻ്റെ മുറിയിൽ ചിറ്റൂരച്ഛനൊക്കെ വന്നിട്ടുണ്ട്. അവിടെ മാതാവിൻ്റെ ഒരു 6 അടിയുള്ള ഒരു രൂപമുണ്ട്, വിശുദ്ധ രൂപം. ഞാൻ മാതാവിനെ ചോദിച്ചു, മാതാവ് എന്ത് ചെയ്യണം? ഉടനെ മാതാവ് പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു, 12 കുർബാനയെല്ലാം പറഞ്ഞു. ഞാൻ ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാ ഞായറാഴ്ചയും 12 കുർബാന ഒറ്റയ്ക്ക് ചെല്ലി എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു പക്ഷേ നമുക്ക് ഒരു കുർബാന കാണുമ്പോൾ തന്നെ ബുദ്ധിമുട്ടല്ലേ, കുർബാനയ്ക്ക് അല്പം നീട്ടം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഓർക്കും. അപ്പം നിങ്ങൾ ഒരു പക്ഷേ എന്നോട് പലരും ചോദിച്ച കാര്യമുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഓരോ ബലി അർപ്പിക്കുമ്പോഴും രാവിലെ 5:30 തുടങ്ങും. ഞായറാഴ്ച ദിവസമാണ്, പ്രസംഗമൊക്കെ ഉണ്ട്. ഒരു കുർബാനയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ എടുക്കും. അപ്പം 12 മണിക്കൂർ ഞാൻ അൾത്താരെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ കുർബാന ചെല്ലും തോറും എനിക്ക് വലിയ ഒരു അഭിഷേകമാണ്. നമ്മൾ കുറച്ചുകൂടെ കുറച്ചുകൂടെ റിഫ്രഷിംഗ് ആയിട്ടുള്ള, നമ്മൾക്ക് കൂടുതൽ ശക്തി കിട്ടുവാണ്. ഞാൻ ഓർക്കാറുണ്ട്, 12ാമത്തെ കുർബാന ചെല്ലുക രാത്രി 7:30. 7:30 12ാമത്തെ കുർബാന ചൊല്ലി കഴിയുമ്പോൾ ആദ്യത്തെ ബലി അർപ്പിക്കുന്ന ഒരു അനുഭൂതിയാണ്, അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് കുർബാന അഗ്നിയാണ്, നമ്മുടെ ജീവിതത്തെ ചൂടാക്കാൻ. അതുകൊണ്ട് കുർബാനയോട് ചേർന്നിരിക്കുക. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറാൻ ഒറ്റ വഴിയുള്ളൂ, കുർബാനയ്ക്ക് മുമ്പിൽ പോയി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും വേദനകളും ദുരിതങ്ങളും രോഗങ്ങളെല്ലാം അവൻ കുർബാനയാകുന്ന അഗ്നി കത്തിച്ചു ചാമ്പലാക്കും. ഞാനിരുന്നൊരു പള്ളിയിൽ, പലരൂപതയിൽപ്പെട്ട പള്ളിയാണ്. ഞാൻ ഈ കോളേജിൽ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ പള്ളിയിലെ ശുശ്രൂഷം കൂടെ ചെയ്യുന്നുണ്ട്. ഈ ഒരു 2 മാസമായിട്ടും എനിക്ക് പള്ളിയില്ല, അല്ല ഞാൻ പള്ളിയും കൂടെ നോക്കിയാണ്. അപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഞാനിരുന്നൊരു പള്ളിയിൽ
അപ്പോൾ അവിടെ ഒരു ചേട്ടൻ കടുത്ത മദ്യപാനിയാണ്. പുള്ളി നല്ലപോലെ മദ്യപിക്കും. ഞാൻ പലപ്പോഴും വിചാരിക്കും, എനിക്ക് പുള്ളിയെ, ഞാൻ ആ പള്ളിയിൽ 5 വർഷം ഇരുന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഒന്ന് നേരിട്ട് കാണാൻ എനിക്ക് പലപ്പോഴും സാധിക്കാതെ വന്നിട്ടുണ്ട്. കാരണം വീട് വെഞ്ചരിക്കാൻ ചെന്ന പുള്ളി അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. പക്ഷേ പുള്ളി നല്ലതുപോലെ മദ്യപിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, പുള്ളി നേരം വെളുത്താൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരും. അപ്പം രാത്രി നല്ലപോലെ മദ്യപിക്കും. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം പള്ളി വരും. പുള്ളി വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ലേഖനം വായിക്കുന്ന സമയത്തേ വരുള്ളൂ. അന്ന് രാജകീയമായിട്ട് പുള്ളി പ്രവേശിക്കും. എന്നിട്ട് അച്ഛൻ വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനാന്ന് പറയുമ്പോൾ പുള്ളി ഇറങ്ങി സ്ഥലം വിടും. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പുള്ളിയെ ഒന്ന് കണ്ടുമുട്ടാൻ പറ്റിയിട്ടില്ല. കാരണം കുർബാന ചെല്ലുന്നതിൻ്റെ ഇടയ്ക്ക് പോയി പുള്ളിയോട് മീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ഒരു ദിവസത്തിന് പുള്ളിയെ ഒന്ന് കാണണം, പുള്ളിയോടൊന്ന് സംസാരിക്കണം. അങ്ങനെ ഒരു ദിവസത്തിൽ അന്ന് മറ്റൊരച്ഛനാണ് കുർബാന അർപ്പിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആനവാതിക്കൽ പോയി പാത്തിരുന്നിട്ട് പുള്ളിയെ ഒന്നാണ് കണ്ടെത്തണം, പുള്ളിയോടൊന്ന് സംസാരിക്കണം. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനാന്ന് പറയും. പുള്ളി ഒറ്റച്ചാട്ടം. ഞാൻ ഈ പൂച്ച എലിയെ പിടിക്കുന്നവർ, ഞാൻ ഒറ്റച്ചാട്ടം പുള്ളി കയ്യെ പിടിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ അവിടെ നിൽക്ക്. പുള്ളി കുതറി മാറി ഓടാൻ. എത്ര മുഴുത്തെ അച്ഛനല്ലേ, പുള്ളിക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. ഞാൻ പിടിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ശരിയല്ല, ഇങ്ങേര് നല്ല ഒരു മദ്യപാനിയാണെന്ന് എനിക്കറിയാം. എന്നിട്ട് പിറ്റേ ദിവസം പള്ളിയിലും എത്തും. ഈ 2 പരിപാടി വേണ്ട. നമുക്കറിയാമല്ലോ, 2 വള്ളത്തിൽ കാല് വെച്ചാൽ വെള്ളത്തിൽ പോകുന്നറിയാം. അതുകൊണ്ട് ഒന്നെങ്കിൽ ഇങ്ങേര് മദ്യപിക്കണം, അല്ലെ പള്ളി വരണം. ഈ പുള്ളി പറഞ്ഞു, അച്ഛനറിയാവോ, ഞാൻ വരുന്നത്, ഞാൻ നല്ലപോലെ മദ്യപിച്ച് കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ എനിക്ക് ഭയങ്കര നൊമ്പരം ഉണ്ടാവും, ചങ്ക് പൊട്ടുന്നൊരു വേദനയാണ്. അപ്പോൾ ഞാൻ രാവിലെ പള്ളി വരും. ഞാൻ കുർബാനയ്ക്ക് മുമ്പിൽ വന്ന് ചങ്കുരുകി മനമൊരുക്കി പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഈ മദ്യപാനത്തിൽ നിന്നൊരു വിടുതലുണ്ടാകണം. അച്ഛോ, ഞാൻ വരുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ വേറെ ഒരു സ്ഥലത്ത് പോകും. ഞാൻ എൻ്റെ ഇടവക പള്ളിയിലെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ പോയി ഞാൻ ചങ്കുരുക്കി പ്രാർത്ഥിക്കും, എനിക്കിതിൽ നിന്നൊരു മോചനം ഉണ്ടാകും. അച്ഛൻ നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ മാറും. ഞാൻ ഈ പറയുന്ന വലിയ ദുശീലത്തിൽ നിന്ന് ഞാൻ വിടുതൽ പ്രാപിക്കും. എല്ലാ മദ്യപാനികളും അങ്ങനെയൊക്കെ പറയുന്നതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചേക്കാം, ചേട്ടൻ രക്ഷപ്പെടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്ന് തടി തപ്പി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 3 വർഷം കഴിഞ്ഞ് ആ പള്ളിയിൽ ഞാൻ ഒരു മരിച്ചടക്കിന് ചെല്ലുമ്പോൾ കണ്ടു അവിടുത്തെ കൈക്കാരൻ ഈ ചേട്ടനാണ്. ഉടനെ ഞാൻ അന്നത്തെ വിചാരിച്ചു, നമ്മുടെ രൂപതാ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ളവരെ ഒന്നും കൈക്കാരന്മാരാക്കാൻ പറ്റില്ല. എന്നോട് അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു പക്ഷേ പുള്ളിക്കൊരു പഴയ ചരിത്രം ഉണ്ടാകും. പക്ഷെ ഇന്ന് ഞാൻ പറയും, ഈ ഇടവകയിലെ ഏറ്റവും തങ്കപ്പെട്ട മനുഷ്യൻ ഈ മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ഇടവകയിലെ തങ്കപ്പെട്ട മനുഷ്യൻ ഈ മനുഷ്യനാണ്. ഈ സമയത്ത് ഈ നാടകത്തിൽ പ്രവേശിക്കുന്നത് പോലെ പുള്ളി അവിടെ എത്തി. പുള്ളിനോട് പറഞ്ഞു, പണ്ട് ഞാൻ അച്ഛനോട് ഒരു കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? പണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നുണ്ട്, ഞാൻ മാറും. എൻ്റെ അച്ഛോ, ഞാൻ മാറിയത് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിച്ചിട്ടാ. ഞാൻ അതിനുശേഷം അച്ഛനോട് ഞാനൊരു വാഗ്ദാനം നടത്തി. അതിനുശേഷം ഞാൻ ചങ്കുരുക്കി പ്രാർത്ഥിച്ചു. മാത്രമല്ല, ഞാൻ വൈകുന്നേരങ്ങളിൽ ചില ദിവസങ്ങൾ പള്ളിയിരുന്ന് പ്രാർത്ഥിച്ചു. കുർബാന എന്നെ മാറ്റി. കുർബാന എനിക്കൊരു മോചനം തന്നു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് കുർബാന അഗ്നിയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ചൂടാക്കുന്നത്, അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞത് കുർബാന അഗ്നിയാണ്. നമുക്കൊരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്താം. 2 കരങ്ങൾ സ്വർത്തിലേക്ക് ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് ഈ കുർബാനയുടെ വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അഗ്നിയാകുന്ന കുർബാനയുടെ വലിയ സ്വാന്തന സ്പർശനം നമ്മുടെ ജീവിതത്തിലേക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാ മക്കളെ തിരുമുമ്പില് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് ദൈവ കരുണയുടെ തിരുനാളിന് ഒരുങ്ങുന്ന ഈ അവസരത്തിൽ അവിടുത്തെ വലിയ കൃപ, പ്രത്യേകിച്ച് കുർബാനയുടെ വലിയ അഭിഷേകം, തീയാകുന്ന കുർബാനയുടെ വലിയ അഭിഷേകം മക്കളിലേക്ക് ഭക്ഷിക്കണമേ. പ്രാർത്ഥിക്കുന്നു, തൊടണേ. ജീവിതത്തിലെ ദുഃഖങ്ങളെ, ദുശീലങ്ങളെ, തകർച്ചകളെ, ബുദ്ധിമുട്ടുകളെ ഒക്കെ മാറ്റുവാൻ ദൈവത്തിന്റെ കൃപയുടെ അഗ്നിയുടെ അഭിഷേകം മക്കളിലേക്ക് നൽകണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇതാണ്, കുർബാനയുടെ പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യം ഇതാണ്, കുർബാന അഗ്നിയാണ്, നമ്മളെ ചൂട് പിടിപ്പിക്കുന്നതാണ്. രണ്ടാമതായിട്ട് ഈ ചാക്രി ലേഖനത്തില് പരിശുദ്ധ പിതാവ്
കുർബാനയ്ക്ക് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്. രണ്ടാമത്തെ നിർവചനം ഇതാണ്: കുർബാന ഈശോ വരച്ച സ്നേഹത്തിന്റെ വട്ടമാണ്. ഒരുപക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചാൽ, എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഒരു വൃത്താകൃതി? കുർബാനയ്ക്ക് മറ്റൊരു രൂപം സ്വീകരിക്കാൻ പറ്റാതെ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്, കുർബാന ഈശോ വരച്ച സ്നേഹത്തിന്റെ വട്ടമാണ് എന്ന് പറഞ്ഞാൽ ഈശോ ചുരുങ്ങിയതിന്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. ഇപ്പൊ നമ്മുടെ ജീവിതത്തിലെ പ്രത്യേകിച്ച് ഇതുപോലെ തോൽക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാനുമുള്ള വലിയ ശക്തി തരുന്നത് വിശുദ്ധ കുർബാന. ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ ചെറ്റൂരച്ഛനൊക്കെ സെമിനാരിയിൽ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ ഫിലോസഫി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ഞാൻ സെമിനാരിയിൽ നിന്ന് ഒന്ന് ചാടണമെന്ന് വിചാരിച്ച്, ചേറ്റൂരച്ഛനൊന്നും അറിഞ്ഞിട്ട് കാണുകയല്ല, ഞാൻ സെമിനാരിയിൽ നിന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്ന. അപ്പോൾ ഞങ്ങൾ സെമിനാരിയിലായിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും ഓരോ ജോലി കിട്ടും. എനിക്ക് കിട്ടിയ ജോലി കപ്പ്യാർ പണിയാണ്. ഇപ്പൊ സെമിനാരിയിലെ കപ്പ്യാരായിരുന്നു ഞാൻ. സെമിനാരിയിൽ വളരെ കർക്കശമായ നിയമമൊക്കെയാണ്. അപ്പോൾ കപ്പ്യാരാകുമ്പം ഇതോടനുബന്ധ അൾത്താരയോട് സങ്കീർത്തിയോടനുബന്ധമായിട്ടുള്ള ശുശ്രൂഷകളൊക്കെയാണ് ചെയ്യുക. അപ്പോൾ സെമിനാരി നിയമം അനുസരിച്ച് അന്ന് വളരെ കർക്കശമാണ്. നമ്മുടെ ഈ വീഞ്ഞുണ്ട്, വീഞ്ഞിൻ്റെ മട്ട ഒന്നും കുടിക്കാൻ അനുവാദമില്ല. അതൊക്കെ ഒഴിച്ചു കളഞ്ഞോണമെന്നുള്ളതാണ് നിയമം. അന്ന് നമ്മളൊക്കെ നല്ല പ്രായമൊക്കെയാണ്, നല്ല വിശപ്പുള്ള സമയമൊക്കെയാണ്. ഞാൻ ആരും കാണാതെ ഈ വീഞ്ഞിൻ്റെ മട്ട് കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർക്കാറുണ്ട്, അവിടെ ഓസ്തി, വലിയ ഓസ്തി, അത് വെട്ടിയെടുക്കാം. അപ്പോൾ അത് വെട്ടി വരുമ്പം മിച്ചം വരും. അത് നമുക്ക് കഴിക്കാനുള്ള അനുവാദമൊന്നുമില്ല. ഇച്ചിരിയൊക്കെ അതും കഴിച്ചിട്ടുണ്ട് ഞാൻ, വിശപ്പ് കാരണമാണ് അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പോയി. അപ്പോൾ എനിക്കൊരു സംശയം, കുറെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായൊരു സംശയം, കുർബാനയിൽ ഈശോ ഉണ്ടോന്നൊരു സംശയം തോന്നി. കാരണം ഞാൻ കഴിച്ച വീഞ്ഞിനും തിരുരക്തത്തിനും ഒരേ രുചി, ഞാൻ കഴിച്ച ഓസ്തിക്കും തിരുവോസ്തിക്കും ഒരേ രുചി. അപ്പൊ എനിക്ക് സംശയമായി. ഞാൻ പിന്നെ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് കൂടുതൽ തീവ്രതയോടെ രുചി നോക്കി. ഈശോ വരുമ്പോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണ്ടല്ലേ, പക്ഷെ ഒരു രുചി വ്യത്യാസമില്ല. എനിക്ക് മനസ്സിലായി, കുർബാനയിൽ ഈശോ ഇല്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു, കുർബാനയിൽ വിശ്വാസമില്ലാത്ത ഒരാൾ അച്ഛനായാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, സെമിനാരിയിൽ നിന്ന് പോയേക്കാം. അപ്പം ഞാനിങ്ങനെ സെമിനാരിയിൽ നിന്ന് പോകാൻ വേണ്ടി, ഞാൻ അന്ന് ഫിലോസഫി ഞങ്ങൾ പഠിക്കുന്ന സമയമാണ്, എല്ലാം ബുദ്ധിയുടെ മട്ടക്കൊണ്ടുകൊണ്ട് അളക്കുന്ന സമയമാണ്. അപ്പം എനിക്ക് മനസ്സിലായി, കുർബാനയിൽ ഒരു ഈശ്വര സാന്നിധ്യം, കുർബാനയിൽ ഈശോ വരുമ്പോൾ ഈ തിരുവോസ്തിക്ക് ഒരു രുചി വ്യത്യാസം ഉണ്ടാകണ്ടല്ലേ. അങ്ങനെ എനിക്കിപ്പോൾ ഞാൻ പോകാനായിട്ട് തീരുമാനിച്ചു. അന്നറിയാം, സെമിനാരിയിൽ മിഷനിലേക്ക് സ്ഥാപിച്ച ജോസഫ് മാലിപ്പറമ്പെന്നൊരു അച്ഛനുണ്ട്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ പോവാണ്. അച്ഛൻ പറഞ്ഞു, വെരി ഗുഡ്. അച്ഛൻ പറഞ്ഞതാണ് നല്ല കാര്യം. അപ്പോൾ എനിക്കൊരു ടെൻഷൻ തോന്നി, ഇങ്ങനെ ബുദ്ധിമുട്ടി അച്ഛൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ അച്ഛൻ നല്ല കാര്യമെന്നാണോ പറയേണ്ടത്? ഞാൻ വീണ്ടും അച്ഛൻ്റെ മുഖത്ത് നോക്കി. എന്നോട് അച്ഛൻ പറഞ്ഞു, നല്ല കാര്യമാണ്. ചെമ്മാച്ചനെ കുർബാനയുടെ വലിയ അനുഭവത്തിലൂടെ ഈശോ കൈപിടിച്ച് നടത്താൻ പോകും, അതിൻ്റെ ആരംഭമാണ്. ചെമ്മാച്ചനൊരു കാര്യം ചെയ്യണം. ചെമ്മാച്ചന് അന്ന് ഞാൻ ബാസ്കറ്റ് ബോളൊക്കെ കളിക്കും, കളിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നമ്മുടെ പള്ളിയിലെ ചാപ്പലിൽ പോയി, കുർബാനയ്ക്ക് മുമ്പ് പോയി അവിടെ പോയി വെല്ലുവിളിക്കണം, ഈശോയെ വെല്ലുവിളിക്കണം. കുർബാനയിൽ ഈശോ ഉണ്ടോ? വെല്ലുവിളിക്കാൻ പറയും. ഞാൻ തീരുമാനിച്ചു. പെട്ടെന്ന് ചെന്ന വീട്ടുകാർ നമ്മളെ ഓടിക്കും. അമ്മയാണ് നേർച്ച നിറന്നതാണ്. ഞങ്ങൾ 5 ആണുങ്ങളാണ്, ഒരാളെങ്കിലും അച്ഛനാകണം. മൂത്ത 2 പേര് സെമിനാരിൽ പോയി, അവർ തിരിച്ചു പോയി. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, 3ാമത്തെ ആളാണ്. അമ്മയുടെ വലിയൊരു ആഗ്രഹമാണ്. അപ്പം പെട്ടെന്ന് പോയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ ഓർക്കുന്ന ഒരു 5 ദിവസം ഞാൻ കുർബാനയ്ക്ക് മുമ്പിൽ പോയി വെല്ലുവിളിച്ചു, കുർബാനയിൽ ഈശോ ഉണ്ടോ? ഞാൻ ഓർക്കാണ്, 5ാമത്തെ ദിവസം ഞാനിങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ഒരു അനുഭൂതി. എൻ്റെ ശരീരം മുഴുവൻ അങ്ങ് എന്താണ് കുളിര് കോരിയിടുന്നൊരു അനുഭവമാണ്. ശരീരം മുഴുവൻ അങ്ങ് ഉയർത്തു. പിന്നീട് ഒരു വലിയൊരു അനുഭവമായിരുന്നു. അന്ന് എൻ്റെ സംശയം അവിടെ ഉരുകി തീർന്നു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, അന്നാണ് എനിക്ക് മനസ്സിലായത്, ഈശോ ഒരുപക്ഷെ, ഈശോ നമ്മളൊരു പക്ഷേ ഇങ്ങനെ പാടാറുണ്ട്, ഇത്ര ചെറുതാൻ എത്ര വലുതാകണം.
ഈശോ എൻ്റെ ജീവിതത്തെ ഏറ്റവും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവൻ, ഈ അഖിലാണ്ടങ്ങൾക്ക് രൂപവും ഭാവവും നൽകിയവൻ ഒരപ്പമായി. അപ്പോൾ ഈശോ ചെറുതായതിൻ്റെ ഓർമ്മയാണ് വിശുദ്ധ കുർബാന. നമ്മെ സംബന്ധിച്ച് നമുക്കറിയാം, നമ്മുടെ ജീവിതങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പലതരത്തിലുള്ള നമ്മുടെ വൈദിക സന്യാസ ജീവിതങ്ങളൊക്കെ ചെറുതാകാനുള്ള വലിയ ശക്തി തരുന്നത് വിശുദ്ധ കുർബാനയാണ്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മളെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? വിശുദ്ധ കുർബാനയാണ്. നമ്മുടെ ശരീരം മുഴുവൻ ഒരു വാക്കിൽ പറഞ്ഞ കുർബാനയാണ്. നമ്മുടെ സിരകളിൽ ഒഴുകുന്നത് യേശുവിൻ്റെ രക്തമാണ്. നമ്മുടെ ശരീരം മുഴുവൻ യേശുവിൻ്റെ ശരീരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ സിരകളിൽ യേശുവിൻ്റെ രക്തമായിട്ട്, ഇത് നമ്മൾ ഇത്ര ക്രിസ്തുവായിട്ട് മാറിയിട്ട്, ക്രിസ്തു നമ്മളിൽ വന്ന് ഭവിച്ചിട്ട് എത്രമാത്രം ചെറുതാകാൻ